ഓരോ ദിവസം കൂടുന്തോറും കേരളം ഒരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രക്കും കൊലപാതകങ്ങളും ആക്രമണങ്ങളുമാണ് ഇവിടെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മിക്ക സംഭവങ്ങൾക്ക് പിന്നിലും ലഹരിയാണ് വില്ലൻ എന്നത് കൂടി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇന്നലെയാണ് കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച ഒരു കൊലപാതകം നടന്നത്. ഓമനിച്ചു വളർത്തി വലുതാക്കിയ സ്വന്തം മകന്റെ വെട്ടുകത്തിക്ക് ഇരയാകേണ്ടി വന്ന ഒരു അമ്മ. താമരശ്ശേരി വേനക്കാവിലാണ് അടിവാരം സ്വദേശിയായ സുബൈദയെ ഏകമകനായ 24-കാരൻ ആഷിഖ് കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിനായി ആഷിഖ് പറഞ്ഞ വിചിത്രമായ കാരണം കേട്ട് നെട്ടിത്തെറിച്ചിരിക്കുകയാണ് നാട്ടുകാരും പോലീസുമടക്കമുള്ളവർ. പണം നൽകാത്തതിന്റെ പേരിലും സ്വത്ത് നൽകാത്തതിന്റെ പേരിലുമാണ് അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. പലതവണയായി അമ്മയോട് ഭീമമായ പണം ചോദിക്കും, അല്ലെങ്കിൽ അമ്മയുടെ പേരിലുള്ള സ്വത്ത് വിറ്റ് നൽകണം. എന്നാൽ ഇത് നൽകാൻ ഉമ്മ തയ്യാറായില്ല. അതിന്റെ വൈരാഗ്യമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് ആഷിഖിനെ എത്തിച്ചത്. ഇതിന്റെ മുൻപും 2 തവണ അറ്റംപ്റ്റ് നടത്തിയിരുന്നു. ആഷിഖിന് 1.5 വയസ്സുള്ളപ്പോഴാണ് ആഷിഖിന്റെ ഉപ്പ ഉപേക്ഷിച്ചു പോകുന്നത്. കഴിഞ്ഞ 24 വർഷം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത് ഉമ്മയാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതോടെ സുബൈദയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം ആഷിഖിലായിരുന്നു. 2-3 വർഷങ്ങൾക്ക് മുൻപ് വരെ ആഷിഖിലും അങ്ങനെ തന്നെയായിരുന്നു. ഒറ്റ മകൻ ആയതുകൊണ്ട് തന്നെ വളരെ ആത്മബന്ധത്തോടു കൂടിയാണ് രണ്ടുപേരും കഴിഞ്ഞു പോന്നിരുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനു ശേഷം സുബൈദയെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഒരുപാട് പേർ നിർബന്ധിച്ചതാണ്. പക്ഷേ മകൻ ഒറ്റപ്പെട്ടു പോകുമെന്ന പേടിയിലാണ് അവർ മറ്റൊരു വിവാഹത്തിന് തുനിയാതിരുന്നത്. അവൻ വളർന്നു വലുതായി ജോലിയൊക്കെ ആകുമ്പോൾ തനിക്കൊരു ആശ്വാസമാകുമെന്ന പ്രതീക്ഷയായിരുന്നു അവർക്ക്. എന്നാൽ എല്ലാം മാറിമറിയുന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഉപരിപഠനത്തിനായി കോളേജിൽ ചേർന്ന ശേഷം ആഷിഖ് മെല്ലെ മെല്ലെ ലഹരിക്ക് അടിമയായി മാറുകയായിരുന്നു. അങ്ങനെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഒരു തവണ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ ആഷിഖിനെ പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. പിന്നീട് ബന്ധുക്കൾ ഇടപെട്ട് ആഷിഖിനെ ബംഗളൂരുവിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കുകയായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിലാണ് ആഷിഖ് ഉണ്ടായിരുന്നത്. ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ് കിടപ്പിലായതോടെ കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദ താമസിച്ചു വരുന്നത്. ഒരാഴ്ച മുൻപാണ് ബംഗളൂരുവിൽ നിന്നും ആഷിഖ് ഇവിടേക്ക് എത്തുന്നത്. തുടർന്ന് 4 ദിവസങ്ങൾക്ക് മുമ്പ് കൂട്ടുകാർക്കൊപ്പം പുറത്തേക്ക് പോയി എന്നതാണ് സുബൈദയുടെ സഹോദരിയായ സെക്കീന പറഞ്ഞത്. പിന്നീട് കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ ഈ ഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് സെക്കീന ജോലിക്കായി പുറത്തുപോയ സമയത്താണ് ഇന്നലെ ദാരുണമായ ആ സംഭവം നടക്കുന്നത്. ഉച്ചയോടുകൂടി വീടിന് പുറത്തിറങ്ങിയ ആഷിഖ് അയൽ വീട്ടിലെത്തി തേങ്ങ പൊതിക്കാനാണെന്ന വ്യാജേന ഒരു കൊടുവാൾ വാങ്ങിക്കുകയായിരുന്നു. തുടർന്ന് കൊടുവാളുമായി വീടിനകത്ത് കയറി ആഷിഖ് സുബൈദയെ തുരുതുരാ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. എന്റെ പൊന്നു മോനെ എന്ന വിളി അവൻ കേട്ടില്ല. 10 മാസം ഉദരത്തിൽ ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച് വളർത്തി വലുതാക്കി തന്നെ താനായി മാറ്റിയ തന്റെ പൊന്നുമ്മയാണ് ഇതെന്ന് അവൻ ആലോചിച്ചില്ല. തന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു വസ്തുവായിട്ട് മാത്രമേ അവൻ അപ്പോൾ അവരെ കണ്ടുള്ളൂ. അവന്റെ പക മുഴുവൻ അവൻ അവരിൽ തീർക്കുകയായിരുന്നു. വീട്ടിനുള്ളിൽ നിന്നും അലർച്ച കേട്ടാണ് സംഭവ സ്ഥലത്തേക്ക് നാട്ടുകാർ ഓടിയെത്തിയത്. നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ വെട്ടേറ്റ് ചോരയിൽ കുളിച്ച് കിടക്കുന്ന സുബൈദയാണ് കണ്ടത്. കഴുത്ത് അറ്റുപോയ നിലയിലായിരുന്നു. തുടർന്ന് മുറിയിൽ കയറി വാതിലടിച്ച ആഷിഖിനെ നാട്ടുകാർ പിന്നീട് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് നാട്ടുകാർ എന്തിനാണ് ഉമ്മയെ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നത്. അതിന് വിചിത്രമായ ഒരു ഉത്തരമാണ് അവൻ നൽകിയത്. എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷ ഞാൻ അവർക്ക് കൊടുത്തു എന്നാണ് ഒരു കൂസലുമില്ലാതെ അപ്പോൾ ആഷിഖ് പറഞ്ഞത്. നാട്ടുകാർ ചേർന്ന് ഉടനെ തന്നെ സുബൈദയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പണത്തെ ചൊല്ലിയും സ്വത്തിനെ ചൊല്ലിയും മുൻപും ഇവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. താമരശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഇയാളുള്ളത്. ആഷിഖിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. സാധാരണ വൈദ്യ പരിശോധനയല്ല, അതിലുപരിയുള്ള വൈദ്യ പരിശോധനയാണ് നടത്തിയത്. അവൻ ലഹരി ഉപയോഗിച്ചാണ് ഈ കൃത്യം ചെയ്തത് എന്ന് മനസ്സിലാക്കാനാണ്. അവനെ ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കും. അതിനായി പോലീസ് കൊണ്ടുപോകുമ്പോൾ പത്രപ്രവർത്തകർക്ക് നേരെ ചുംബനമൊക്കെ കൊടുത്താണ് പോകുന്നത്. ഒരു യാചകീയ യാത്ര പോകും പോലെ. അവനിൽ നിന്നും പ്രാഥമിക മൊഴിയെടുക്കുമ്പോൾ ഒരു കുറ്റബോധത്തിന്റെ ഒരു അംശം പോലും ഇല്ലായിരുന്നു എന്ന് പോലീസ് പറയുന്നു. സുബൈദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. വൈകുന്നേരത്തോടെ അവരെ ഖബറടക്കും. ഇങ്ങനെ വളർത്തി വലുതാക്കിയ മക്കളാൽ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ ഒരു മാതാവിനും വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്